2 വർഷം മുന്നെയാണ് ഞാൻ ആദ്യമായിട്ട് വന്നത്. അപ്പൊ വേദനയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇവിടെ വരിക, ഈ ട്രീറ്റ്മെന്റ് എടുക്കുക. നല്ലൊരു ആശ്വാസമാണ്. കാരണം നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി ഒരുപാട് പൈസയും സമയവും കളയുന്നതിനും നല്ലത് ഇവിടെ വന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കുക, ഇവിടുത്തെ ട്രീറ്റ്മെന്റ് ചെയ്യുക, പറയുന്ന പോലെ എക്സസൈസ് ചെയ്യുക. അതാണ് ഏറ്റവും മസ്റ്റ്. കാരണം അതിലപ്പുറം വേറെ ഒന്നുമില്ല. നമ്മുടെ ഡോക്ടർ സേവനം എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടാണ് നമുക്ക് ഈ ട്രീറ്റ്മെന്റ് തരുന്നത്. അപ്പൊ അതിലൂടെ നല്ല വ്യത്യാസം എനിക്ക് അനുഭവപ്പെട്ടു. അതുപോലെ നിങ്ങൾക്കും കിട്ടും എന്നെ വിശ്വാസം. അപ്പൊ നിങ്ങളും ഇവിടെ വരിക, നിങ്ങളെ പോലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോട് പറയുക, എല്ലാവരും ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് മുട്ടുവേദന തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി. ഞാൻ ഒരുപാട് ഹോസ്പിറ്റലിൽ ആയുർവേദം, അലോപ്പതി, ഹോമിയോ അങ്ങനെ എല്ലാം പല ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്തു. പക്ഷെ വേദന മാറും. അവർ പറയുന്നതനുസരിച്ച് മരുന്ന് കഴിക്കുമ്പോൾ വേദന മാറും, വീണ്ടും പഴയപടി തന്നെ. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഡോക്ടറുടെ ഒരു ഫേസ്ബുക്കിൽ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ, അതായത് എൻ്റെ തേയ്മാനം 4th സ്റ്റേജ് ആയിരുന്നു എന്നാണ് എക്സ്റേ ലാസ്റ്റ് സ്റ്റേജിൽ ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഓപ്പറേഷൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാനിങ്ങനെ പല ഇതിലും നോക്കി വന്നപ്പോൾ ഡോക്ടറിൻ്റെ ഇത് കണ്ടു. അപ്പോഴാണ് എനിക്ക് ഡോക്ടറിനോട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അപ്പോയിൻമെൻ്റ് എടുത്തു. ഞാൻ വന്നു. ഞാനും ഹസ്ബൻഡും കൂടെയാണ് അന്ന് വന്നത്. എനിക്ക് ഇവിടെ വന്ന് ഡോക്ടർ വിശദമായിട്ടൊക്കെ എല്ലാം കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു ആദ്യം തന്നെ. അത് കഴിഞ്ഞൊരു 5 മിനിറ്റത്തെ ഒരു ട്രീറ്റ്മെൻറ്റ്, അതായത് ജോയിൻറ്റ് മാനിപ്പുലേഷൻ എന്നാണ് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ പേര്. അപ്പം അത് അനുഭവം കൊണ്ട് എനിക്ക് പെട്ടെന്ന് അതിൻ്റെ എന്താ പറയുക, ആ ഒരു ബുദ്ധിമുട്ട് കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ലൊരു റിലീഫ് കിട്ടി. അതാണ് മെയിനായിട്ട് എനിക്ക് അനുഭവിക്കാൻ പറ്റിയത്. പിന്നെ ഡോക്ടർ എൻ്റെ അടുത്ത് എഴുന്നേക്കാൻ പറഞ്ഞു, കൈ കെട്ടിയിരുന്നിട്ട് എഴുന്നേക്കാൻ പറഞ്ഞു. ഫസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് അതാണ്. അപ്പം എനിക്ക് മറ്റേതെന്ന് പറഞ്ഞാൽ ഞാൻ മുട്ടിന് ദാമം കൊടുത്തിട്ടാണ് ഞാൻ എഴുന്നേറ്റുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം കൈ കെട്ടിയിട്ട് എഴുന്നേക്കാൻ പറഞ്ഞത് എനിക്ക് നല്ല ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റി. മെയിനായിട്ട് അതുപോലെ തന്നെ നടക്കാൻ പറഞ്ഞു. എനിക്ക് ചെറിയൊരു ചെരിവുണ്ടായിരുന്നു. ആ ഒരു ചരിവ് എന്താ പറയാ, നിവർന്ന് നടക്കാൻ പറ്റി. ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ ചരിവ് നേരെ നിവർന്ന് നടക്കാൻ പറഞ്ഞു. എനിക്ക് നല്ല നിവർന്ന് നടക്കാൻ പറ്റി. എൻ്റെ റിലേറ്റീവ്സിനെ കാണിച്ചു കൊടുത്തു. ഹസ്ബൻഡും മകനും എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ആ വ്യത്യാസം ഉടനെ മനസ്സിലാവുകയും ചെയ്തു. 2 വർഷം മുന്നെയാണ് ഞാൻ ആദ്യമായിട്ട് വന്നത്. അപ്പൊ തുടർച്ചയായിട്ട് ആ എക്സസൈസ് എനിക്ക് വീഡിയോസ് ഒക്കെ അയച്ചു തന്ന് ഞാൻ കറക്റ്റായിട്ട് ചെയ്തു. ഒരു 1.5 വർഷത്തോളം ഞാൻ ചെയ്തു. അപ്പൊ അതിനുശേഷം എൻ്റെ ഹസ്ബൻഡിന് വയ്യാണ്ടായപ്പോ ഞാനത് എൻ്റെ എക്സസൈസ് ചെയ്യാനുള്ള സമയം എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു അത് അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ വ്യത്യാസം അറിയാൻ പറ്റും. അത് എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റും. കാരണം എക്സസൈസ് മസ്റ്റാണ്. അന്ന് ഞാൻ പറഞ്ഞത് അത് തന്നെ. കാരണം അതിന്റെ കറക്റ്റ് നമ്മുടെ അനുഭവം കൊണ്ട് ശരിയാണ്. കാരണം ഇതിൽ മരുന്നോ ഓപ്പറേഷനോ ഒന്നും അല്ല. നമ്മളുടെ ബോഡിയിലുള്ള വെയിൻസ് ഒക്കെ ശരിക്കും സ്ട്രെങ്തേൺ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി ശരി കറക്റ്റായിട്ടുള്ള ആ ഒരു ഇതിലേക്ക് വരും എന്നുള്ളത് വിശ്വാസം വന്നു എനിക്ക്. 1.5 വർഷം ഞാൻ കറക്റ്റായിട്ട് ചെയ്തു. അത് എനിക്ക് നന്നായിട്ട് എഫക്റ്റ് ചെയ്തു. അപ്പൊ ഈ 6 മാസം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിനെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സമയം എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണ് ഈ എക്സസൈസിന്റെ വാല്യൂ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എനിക്ക് വീണ്ടും ആ ഒരു വേദന വന്നപ്പോഴാണ് ഞാൻ ഡോക്ടറിനെ സമീപിച്ചത്. ഇപ്പൊ എന്തായാലും ഇന്ന് ചെയ്തതുകൊണ്ട് എനിക്ക് നന്നായിട്ട് നല്ല വ്യത്യാസം അറിയാൻ പറ്റി. ഇനി വീണ്ടും ചെയ്യണം. കാരണം എനിക്ക് ഓടിച്ചാടി നടക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഞാൻ പ്രായത്തിന് മാനിക്കുന്നില്ല. കാരണം പ്രായം ഒരു പ്രശ്നമല്ല. എനിക്ക് എന്താണ്, നമ്മളിപ്പോൾ ഒറ്റയ്ക്കാണ്. എനിക്ക് മാക്സിമം ആരെയും ഇതാക്കാതെ തന്നെ ഓടിച്ചാടി നടക്കണം, എവിടെ പോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത് നടക്കുന്ന എൻ്റെ വിശ്വാസം. പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് സ്ഥലത്ത് അലഞ്ഞ് നടന്ന് ഒരുപാട് മരുന്ന് കഴിച്ചാൽ തന്നെ നമ്മുടെ ബോഡിക്ക് അത് റിയാക്ട് ചെയ്യും. എന്തായാലും കെമിക്കലാണ്, നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്തൊരു സാധനമാണ്. പക്ഷെ ഞാൻ കുറ്റം പറയുമല്ല, എല്ലാ കാര്യത്തിനും വേണ്ടതാണ്. പക്ഷേ ഈ മുട്ട് തേയ്മാനം എന്ന് പറയുന്നത് നമ്മൾ മരുന്ന് കഴിച്ച് കുറച്ച് നാളത്തേക്ക് റിലീഫ് കിട്ടുമെന്നല്ലാതെ ഈ ജോയിന്റിന് നമ്മൾ സ്ട്രെങ്തൻ കൊടുക്കുമ്പോഴാണ് അത് കറക്റ്റായിട്ട് അതിൻ്റെ ഇത് നമുക്ക് അറിയാൻ പറ്റുന്നത്. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പം ആദ്യം ഞാനിങ്ങനെ തന്നെയാണ് ഇവിടെ വന്നതും. അതുപോലെ തന്നെ എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്, നിങ്ങൾ മാക്സിമം മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി ചുമ്മാ എന്താ പറയുക ഓപ്പറേഷൻ അത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു പക്ഷേ ശരിയാകുമായിരിക്കാം. പക്ഷെ അതിനേലും കുറച്ചും കൂടെ നല്ലൊരു ട്രീറ്റ്മെൻറ്റാണിത് എൻ്റെ അനുഭവം കൊണ്ട്. കാരണം ഒരുപാട് പൈസ നമ്മൾ ചിലവാക്കും,
സമയം നമ്മുടെ ഇത് പോകും, വേദന ഒരുപാട് സഹിക്കണം. അപ്പൊ അതിനേലും നല്ലത് ഈ കുറച്ച് നേരത്തെ ഒരു വേദന, ചെറിയൊരു വേദന നമുക്ക് അനുഭവപ്പെടും. എന്നാലും നമ്മളുടെ ശരീരം എന്തായാലും നല്ലൊരു രീതിയിലേക്ക് നമുക്ക് നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന രീതിയിൽ നടക്കാൻ പറ്റും, നന്നായിട്ട് ജീവിക്കാൻ പറ്റും, ആരെ ആശ്രയിക്കാതെ നടക്കാം. മെയിനായിട്ട് അതാണ്. ഞാൻ വളരെ പ്രയാസപ്പെട്ട്, എനിക്കൊരു നല്ല ചെരിവുണ്ടായിരുന്നു. ചെരിവോട് കൂടിയാണ് ഞാൻ നടന്നിരുന്നത്. കാരണം നടക്കുമ്പോൾ എനിക്ക് നല്ല പെയിനും ഉണ്ടായിരുന്നു. ആ ഒരു ഇതെനിക്ക് ഇവിടുത്തെ ട്രീറ്റ്മെന്റിലൂടെ എനിക്ക് മാറ്റം കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് അനുഭവിച്ചു ഞാൻ. അതിൻ്റെ കൂടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. ഇപ്പം ഹസ്ബൻഡ് ഇല്ല, ഞാൻ തനിച്ചാണ് വന്നത്. കാരണം എനിക്ക് ഡോക്ടറിനോടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ്, എനിക്ക് അത്രയും ഡോക്ടറിനോട് അത്ര വിശ്വാസം തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ വരാം. ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പൊ വന്നത്. കാരണം ഇനി എന്തായാലും ഒറ്റയ്ക്ക് നടന്നല്ലേ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ഇതും കൂടെ വിശ്വാസമുണ്ട്. അപ്പൊ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് പലരും ഇവിടെ വന്നിട്ടുണ്ട്. കുറെ നാളുകൾക്ക് മുമ്പ് കുറെ പേർക്കൊക്കെ വിശ്വാസം വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും വീണ്ടും വീണ്ടും ഞാൻ പറയുവാണ്, ഇവിടുത്തെ ട്രീറ്റ്മെന്റ് നന്നായിട്ട് വിശ്വസിക്കാവുന്ന ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ്. ഞാൻ തീർച്ചയായിട്ടും ഹാപ്പിയാണ്.